ചിലരൊക്കെ പറയുന്നേക്കാം സോയാബീൻ ഇനിയിപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും വല്ലാത്തൊരു ടേസ്റ്റ് ആണ് അതിന്, ഒരു വല്ലാത്തൊരു സ്മെല്ലും അങ്ങനെയുള്ളൊരു രുചിയാണ് അതിനെന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ആ ഒരു വല്ലാത്ത ടേസ്റ്റ് അങ്ങ് ഒഴിവാക്കി നല്ല രുചിയിൽ കിട്ടും കേട്ടോ. എന്നാൽ പിന്നെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമേ തന്നെ ഈ സോയാബീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് സോയാബീൻ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതങ്ങോട്ട് ചേർത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. ഒരു 2 തിളയൊക്കെ തിളയ്ക്കുമ്പോഴേക്കും ഇതങ്ങ് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതൊന്ന് ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഫ്ലെയിം ഒക്കെ അങ്ങ് ഓഫ് ആക്കി. ഈ പരുവം വരെയൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇത് ഞാനിപ്പം വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റി അങ്ങോട്ട് സോയാബീൻ മാത്രം ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചേക്കുക കേട്ടോ. ഇത് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞെടുക്കണം. ഇതിനകത്തൊക്കെ ധാരാളം വെള്ളം ഇത് അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഇതുപോലെ പിഴിഞ്ഞ വെള്ളമൊക്കെ അങ്ങ് കളഞ്ഞ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല, ഞങ്ങളുടെ ഒരു ലാംഗ്വേജ് ആണ്. ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഓരോന്നൊന്ന് അടർത്തി മാറ്റി ചെറിയ പീസസ് ആക്കി മാറ്റി അങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാള ഇതുപോലെ കുനുകുനാന്നരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ കൂട്ടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളർ ഒന്നും മാറി വരണ്ട, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് ഒന്ന് വന്നാൽ മതിയാവും. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിപ്പം ഈ പരുവം വരെയൊക്കെ ഒന്ന് ട്രാൻസ്പെറന്റ് ഒക്കെ ആയിട്ട് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുവരെയൊക്കെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 തക്കാളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെയും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. തക്കാളിയൊക്കെ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് എരിവിന് ആവശ്യത്തിന് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒക്കെ ഒന്ന് മതിയാവും. അതുവരെയും ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ വെള്ളത്തിൽ കിടന്ന് ഈ മസാല ഒന്നും കൂടെ ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പൊ ഈ വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അത് തന്നെയല്ല, ഈ വെള്ളം ചേർക്കുമ്പോഴേക്കും നമ്മുടെ റോസ്റ്റിന് ഒരു പ്രത്യേക ഒരു മോയിസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും. അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോയാബീൻ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ സോയാബീൻ കൂടെ അങ്ങോട്ട് ചേർത്ത് വീണ്ടും അതും കൂടെ നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. നല്ല രുചിയുള്ള ഒരു സോയാബീൻ റോസ്റ്റ് ആട്ടോ ഇത്. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടും കേട്ടോ. ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് കാണുമ്പോഴേ അറിയാതിരിക്കല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിരിക്കുന്നു. ആ ഒരു വല്ലാത്തൊരു ചുവയുള്ള ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറ്റി നല്ലൊരു രുചിയിലാട്ടോ ഇത് കിട്ടുന്നത്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ മസാലയൊക്കെ സോയാബീനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിപ്പോ ഒരു 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോയാബീനൊക്കെ നല്ല സെറ്റായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്ക് കുറച്ച് ആഡംബരം ആയിക്കോട്ടെ അല്ലേ, കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല വയറ് നിറയെ ചോറ് കഴിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ.